പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. നിങ്ങൾ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളും നമ്മളുടെ ജീവിത രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഓർപ്പിച്ച് നമ്മളെ മുറിപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും ഒന്നുമല്ല നമ്മളുടെ ദൈവം. കർത്താവ് ഒരു മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയാൽ അത് തൻ്റെ മഹത്വത്തിനൊത്തവണ്ണവും തൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണവുമായിരിക്കും, അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നത്. ദൈവം തൻ്റെ മഹിമയ്ക്കൊത്തവണ്ണമായിരിക്കും നമ്മളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നത്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് രാഹാബ് എന്നൊരു വേശ്യയെക്കുറിച്ച് വായിക്കുവാൻ സാധിക്കും. അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിൽ ആണ് രാഹാബിനെ കുറിച്ച് നാം വായിക്കുന്നത്. അവിടെ വേശ്യാസ്ത്രീ എന്ന ആ മകളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, യോശുവ 2 പേരെ യെരിഹോ പട്ടണം ഒറ്റുനോക്കുവാനായിട്ട് അയക്കുന്നു. അപ്പോൾ അവിടെ കടന്നു ചെന്ന ആ 2 മെസ്സഞ്ചേഴ്സിനെ ഒറ്റുനോക്കുവാനായി കടന്നു ചെന്ന 2 പേരെ രാഹാബ് തൻ്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു. അതായത് യെരിഹോ പട്ടണത്തിൻ്റെ രാജാവ് ഇങ്ങനെ 2 പേര് ഒറ്റുകാർ വന്നിട്ടുണ്ട്, അവരെ പിടിച്ചു കെട്ടണം എന്നുള്ള പദ്ധതിയോടെ രാജാവ് ഇറങ്ങിത്തിരിച്ചപ്പോൾ രാഹാബ് പെട്ടെന്ന് തൻ്റെ ഭവനത്തിൽ ആ ഒറ്റുകാരെ ഒളിച്ചു പാർപ്പിച്ചു. എന്നിട്ട് താൻ എന്തൊരു റിസ്ക് എടുത്തതല്ലേ, രാജാവിനോട് പറഞ്ഞു അവരിവിടെ ഇല്ല, അവരിറങ്ങിപ്പോയി എന്ന്. നോക്കിക്കേ, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി രാഹാബ് തൻ്റെ ജീവിതത്തിൽ ഒരു റിസ്ക് എടുത്തപ്പോൾ താൻ അതിനുവേണ്ടി ചില തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ എടുത്തപ്പോൾ അവളെ മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല ദൈവം. യെരിഹോ പട്ടണത്തെ ഇസ്രായേൽ മക്കൾ പിടിച്ചടക്കിയപ്പോൾ രാഹാബിനെ ദൈവം സൂക്ഷിച്ചു. രാഹാബിനോട് ഇസ്രായേൽ ജനത്തിനും ദൈവത്തിനും കനിവ് തോന്നി. അത് മാത്രമല്ല, മത്തായി സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവിടെ രാഹാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് കണ്ടോ? അവിടെ വേശ്യാസ്ത്രീന്നോ തൻ്റെ കഴിഞ്ഞ കാല പാപ സ്വഭാവമോ ഒന്നും പറഞ്ഞിട്ടില്ല. പകരം യേശു കർത്താവിൻ്റെ ജീനിയോളജിയിൽ രാഹാബിൻ്റെ പേര് എഴുതി ചേർത്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ മോശമായ ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കാം. മറ്റു മനുഷ്യന്റെ മുന്നിൽ വെളിപ്പെടുത്തുവാൻ കഴിയാത്ത ഒത്തിരി പാപ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നായിരിക്കാം. ഒരുപാട് താഴ്ചയിലൂടെയൊക്കെ പോയവരായിരിക്കാം നമ്മൾ. പക്ഷേ കർത്താവ് അതൊക്കെ മായ്ച്ചു കളഞ്ഞാൽ, അതിനെയൊക്കെ തുടച്ചു മാറ്റിയാൽ പിന്നെ നമ്മളെ ഒരു പുതിയ വ്യക്തിത്വമായിട്ടായിരിക്കും മറ്റുള്ളവരുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും കുറ്റബോധത്താലോ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതിയോ ഏറിയ താഴ്ചയിലൂടെയൊക്കെ കടന്നു പോയവരാണെങ്കിൽ അതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട കേട്ടോ. ഈ ദിവസങ്ങളിൽ നിഷ്കളങ്കതയോടെയും നീതിയോടെയും നിൽക്കുക. കർത്താവിനെയും തൻ്റെ ജനത്തെയും സ്നേഹിക്കുക. ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി എടുക്കുന്ന ചില റിസ്കുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ദൈവം മാനിക്കും, നിശ്ചയമായിട്ടും മാനിക്കും. നിങ്ങളെ വേശ്യ എന്നോ പാപി എന്നോ ശപിക്കപ്പെട്ടവനെന്നോ ഗുണം പിടിക്കാത്തവനെന്നോ എന്നൊക്കെ എനിക്ക് ആ പേരൊന്നും പറയാൻ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ള വിളികൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കെതിരെ ഒത്തിരി അപവാദങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായിരിക്കാം. അതൊന്നും കാര്യമാക്കണ്ട. കർത്താവ് നിങ്ങൾക്കായി ഒരു പുതിയ ചാപ്റ്റർ തുറക്കും. അവിടെ നിങ്ങൾ ആരാണെന്ന് സ്വർഗം സാക്ഷാൽ എഴുതും. ഹോളി സ്പിരിറ്റ് നിങ്ങൾക്കൊരു പേര് തരും. അവിടുന്ന് നിങ്ങളെ മാനിക്കും. പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി അപ്പാ. രാഹാബിന്റെ ജീവിതത്തിൽ അങ്ങ് എന്നാ വലിയ ഒരു മാറ്റമാ കൽപ്പിച്ചത്. എവിടെ കിടന്ന രാഹാബിനെയാ അങ്ങ് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ ആരും അങ്ങയുടെ മുമ്പിൽ വിശുദ്ധരല്ലപ്പാ, വിശ്വസ്തരല്ല കർത്താവേ. ഞങ്ങൾക്കെല്ലാം ലജ്ജിക്കത്തക്ക ഉള്ള ഹിസ്റ്ററീസ്, ചരിത്രങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതൊക്കെ മായ്ച്ചു കളഞ്ഞ് ഞങ്ങളെ അങ്ങ് ഇത്രത്തോളം കൊണ്ടുവന്നതിന് സ്തോത്രം.
എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും അവരുടെ ഇല്ലായ്മയും കുറവും അവരുടെ വേദനകളും ഒക്കെ പറഞ്ഞിപ്പോൾ വേദനിച്ചിരിക്കുകയാണെങ്കിൽ കർത്താവ് ആ ഉള്ളങ്ങളോടൊന്ന് സംസാരിക്കുക. അവരതൊക്കെ മറക്കട്ടെ. അവരുടെ കുറവുകൾ മറക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ. കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം. അങ്ങ് അവരെ മാനിക്കണം, അനുഗ്രഹിക്കണം. അതേ കർത്താവെ, അങ്ങയുടെ നാമ മഹത്വത്തിനായി വില കൊടുക്കുവാൻ, റിസ്ക് എടുക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കൂടുതൽ ബോൾഡ് ആക്കണമേ അപ്പാ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, സത്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയൊക്കെ റിസ്ക് എടുക്കുവാൻ നാം ഈ ദിവസങ്ങളിൽ ബോൾഡായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. കർത്താവ് നമ്മളെ മാനിക്കും. പഴയതൊക്കെ മറക്കുക. നിങ്ങളെ ഒരു പുതിയ വ്യക്തിത്വമായി സ്വർഗം തീർക്കുകയാണ്. ബ്ലെസ് യു.